السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 21 അധ്യായങ്ങളാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. അൽ കബായിർ എന്നാൽ വൻപാപങ്ങൾ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ അതുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാപങ്ങൾ വരെ പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് താക്കീത് ചെയ്തത്, അതാണ് വൻപാപങ്ങൾ. വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ചെറിയ പാപങ്ങൾ വരെ പൊറുക്കപ്പെടാൻ അത് തടസ്സമായി തീരും എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു വരുന്ന വൻപാപങ്ങളാവട്ടെ പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ള, നമ്മിൽ പലർക്കും നിസാരമായി തോന്നുന്ന കാര്യങ്ങളുമാണ് എന്നതാണ് അതിലേറെ അത്ഭുതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 22-ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ മാ ജാഅ ഫീ ഇഖ്ലാഫിൽ വഅദി. ഇഖ്ലാഫുൽ വഅദ് അഥവാ വാഗ്ദത്തം ലംഘിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. നമുക്കറിയാം, ഈ ഭാഗത്ത് നമ്മുടെ നാവ് കൊണ്ട് സംഭവിക്കുന്ന തിന്മകളെക്കുറിച്ചാണ് ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞു വരുന്നത്. തൊട്ടുമുന്നേ കളവിനെക്കുറിച്ചും അതുപോലെയുള്ള സംസാരത്തിൽ വരുന്ന, നാവിലൂടെ ഉണ്ടാകുന്ന തിന്മകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വാഗ്ദത്തം ലംഘിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട അധ്യായമാണ് അടുത്തതായി അദ്ദേഹം നൽകിയിട്ടുള്ളത്. അൽ വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം, അതല്ലെങ്കിൽ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട സംസാരമാണ്. ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാം, അതല്ലെങ്കിൽ ഞാനത് ചെയ്തു കൊള്ളാം. ഇങ്ങനെ മുസ്തഖ്ബലായ, വരാനിരിക്കുന്ന വല്ല കാര്യവും ഏറ്റെടുക്കൽ, അത് ഞാൻ ചെയ്തോളാം, പറഞ്ഞോളാം, എടുത്തോളാം എന്നിങ്ങനെ ഒരാൾ മറ്റൊരാളുമായി, അതല്ലെങ്കിൽ ആരെങ്കിലുമായി കരാറിലേർപ്പെടുക, അവർക്ക് വാഗ്ദാനം നൽകുക എന്നതാണ് അൽ വഅദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അൽ വഅദ്, വാഗ്ദത്തം ലംഘിക്കാതെ പൂർത്തീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മറ്റൊരാളോട് നമ്മൾ വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുക എന്നത് നിർബന്ധമാണ്. അങ്ങനെ നിറവേറ്റുന്നത് മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെ ചെയ്യൽ മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. എന്നാൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത്
വൻപാപങ്ങളിൽ പെട്ടതാണ്. അത് മുനാഫിഖുകളുടെ അടയാളത്തിൽ പെട്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നതിനിടയിൽ നമുക്ക് കാണാം സൂറത്തുൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ് അല്ലാഹു ആ സൂറത്ത് ആരംഭിച്ചു. തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ ഓരോന്നോരോന്നും അല്ലാഹു വിശദീകരിക്കുന്നതിനിടയിൽ റബ്ബ് പറഞ്ഞു, 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. വല്ലദീന അവർ അഥവാ മുഅ്മിനുകൾ, ഹും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അമാനത്ത് അത് നിറവേറ്റുന്നവരാണ്. അതുപോലെ തന്നെ അഹദ് വാഗ്ദത്വം, കരാർ അത് പൂർത്തീകരിക്കുന്നവരാണ്. അത് മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക, വാഗ്ദത്വം പൂർത്തീകരിക്കുക എന്നത് നിർബന്ധമാണ്. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. എന്നാൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, എത്ര ആളുകളുണ്ട് ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് കൃത്യമായി പറ്റിക്കും. വളരെ ആത്മാർത്ഥതയോടുകൂടി പറയും, എന്നിട്ട് കൃത്യമായി പറ്റിക്കുകയും ചെയ്യും. ഇത് വളരെ ഗൗരവമായ തിന്മയാണ്, കബായിറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, വാഗ്ദാനം ലംഘിക്കുക എന്നത് 2 രൂപത്തിലാണ്. ഒന്നാമത്തേത്, ഒരാൾ മറ്റൊരാൾക്ക് വല്ല കാര്യവും വാഗ്ദാനം ചെയ്യും. ഇപ്പം ഞാൻ ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന തീയതി തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു കരാറിൽ ഏർപ്പെട്ട് അങ്ങനെ ഒരാൾക്ക് വാഗ്ദാനം ചെയ്താൽ അത് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ നിയത്ത് എന്താണ്? പാലിക്കുകയില്ല എന്നതാണ്. അത് വളരെ ഗൗരവമായ തെറ്റാണ്. ഒരാൾ വാഗ്ദാനം നൽകുന്നത് തന്നെ എന്തിനാണ്? ലംഘിക്കുവാൻ വേണ്ടി എന്നത് ഗുരുതരമായ തെറ്റാണ്. രണ്ടാമത്തെ ഒരു രൂപം, ഒരാൾ വല്ല വാഗ്ദാനവും നൽകും, അത് പാലിക്കണം എന്നത് തന്നെയാണ് അയാളുടെ ഉദ്ദേശം. പക്ഷെ അയാൾക്ക് വല്ല കാരണത്താലും അത് പാലിക്കാൻ സാധിക്കാതെ പോവുകയുണ്ടായി. അത് കാരണം ഉള്ളതാണെങ്കിൽ, ഉദുറുള്ള വല്ല ഒഴികഴിവും കൊണ്ടാണെങ്കിൽ, അയാൾ ശ്രമിച്ചു പക്ഷെ സംഭവിച്ചില്ല, സാധിച്ചില്ല എന്നതാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇദാ വഅദ അർറജുലു അഖാഹു, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരന് വല്ല വാഗ്ദാനവും നൽകി, വമിൻ നിയ്യതിഹി അൻ യഫിയലഹു, അയാളുടെ നിയ്യത്ത് അത് പൂർത്തീകരിക്കണം എന്നതാണ്. ഫലം യഫി വലം യജ്ലിൽ മിആദ്, എന്നാൽ അത് പൂർത്തീകരിക്കാനോ അയാൾ ചെയ്ത വാഗ്ദാനം പാലിക്കുവാനോ അയാൾക്ക് സാധിച്ചില്ല, ഫല ഇസ്മ അലൈഹി, എങ്കിൽ അയാൾക്ക് തെറ്റില്ല, അയാളുടെ മേൽ തെറ്റില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശം? പാലിക്കണം, പൂർത്തീകരിക്കണം എന്നതാണ്. പക്ഷെ അയാൾക്കതിന് സാധിക്കാതെ പോവുകയുണ്ടായി. അപ്പം ഇങ്ങനെ 2 രൂപത്തിലുണ്ട്. ആദ്യം പറഞ്ഞത് ഗൗരവപ്പെട്ട തെറ്റാണ്, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കബായിറാണ്, വൻപാപമാണ്, വലിയ തെറ്റാണ്. ഇനി പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അവൻ്റെ അടിമകളായ നാം ഓരോരുത്തരും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുമായി നമ്മൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കാം, നിസ്കാരം നിലനിർത്താം, സകാത്ത് കൊടുക്കാം തുടങ്ങി അള്ളാഹുമായി നമ്മൾ ഓരോരുത്തരും കരാറിലാണ്. അതൊരാൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അത് ഈ പറഞ്ഞതിനേക്കാളെല്ലാം വലിയ പാപമാണ്. യഥാർത്ഥത്തിൽ അത് തനിച്ച നിഫാഖാണ്, കാപട്യമാണ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന്
പുറത്തു പോകാൻ അത് കാരണമായേക്കും. ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ സൂറത്തു തൗബയിലെ 77-ാമത്തെ ആയത്താണ് തെളിവായി കൊടുത്തത്. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഫഅഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഏർപ്പെട്ട കരാർ അവർ ലംഘിച്ചത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നത് വരേക്കും അവരുടെ ഹൃദയത്തിലുള്ള നിഫാഖിന് പുറമേ നിഫാഖ് അല്ലാഹു തആല അവർക്ക് പകരമായി നൽകുന്നതാണ്. നോക്കൂ, അല്ലാഹുമായുള്ള കരാർ ലംഘിച്ചപ്പോൾ അതിൻ്റെ തിക്തഫലമായി അല്ലാഹു നൽകുന്നത് എന്താണ്? ആ നിഫാഖിൻ്റെ മേൽ നിഫാഖ്. അല്ലാഹു പറഞ്ഞില്ലേ, ഫീ ഖുലൂബിഹിം മറളുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. എന്താണ് ആ രോഗം? നിഫാഖിൻ്റെ രോഗമാണ്. ഫസാദഹുമുല്ലാഹു മറള, അവരുടെ ആ നിഫാഖ് അല്ലാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നിഫാഖ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടുമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു റബ്ബുൽ ആലമീൻ തിന്മക്ക് തിന്മ പകരമായി നൽകുന്നത് പോലെ ഏതൊരാൾക്കും അനുയോജ്യമായതാണ് റബ്ബ് നൽകുക. അല്ലാഹു നമ്മെ അത്തരം ദുരവസ്ഥയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്ത് സഹോദരങ്ങളെ, ഇതിൻ്റെ അവതരണ പശ്ചാത്തലമുണ്ട്. തഫ്സീറുകളിൽ കാണാം, മദീനയിലുള്ള ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് സമ്പത്തിൽ വർധനവ് നൽകുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളതിൽ തൃപ്തിപ്പെടലാണ് നിനക്ക് കുറേ കിട്ടിയിട്ട് അള്ളാഹുവിനെ മറന്നു പോകുന്നതിനേക്കാൾ നല്ലത്. ആ അർത്ഥത്തിൽ അവിടുന്ന് തിരിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ നന്ദി കാണിച്ചോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സമ്പത്ത് ലഭിച്ചു. എന്നാൽ ആ സമ്പത്തിൽ നിന്ന് നിർബന്ധമായ സകാത്ത് കൊടുക്കുവാനോ സ്വതക്ക നൽകുവാനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല. ആ വിഷയത്തിലാണ് ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. ഈ ആയത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആയത്ത് നമുക്ക് കാണാം. അള്ളാഹു പറഞ്ഞു, വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അവരിൽ ചിലർ, അഥവാ നിഫാഖുള്ള കപടവിശ്വാസികളായ ആളുകൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരാറിലേർപ്പെട്ടു. എന്താണ് അല്ലാഹുവിനോട് അവർ കരാർ ചെയ്തത്, വാഗ്ദാനം നൽകിയത്? ലൈൻ ആതാനാ മിൻ ഫദ്ലിഹി, അല്ലാഹുവേ, നിന്റെ ഔദാര്യത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകിയാൽ ലനസദ്ദഖന്ന, ഞങ്ങൾ സ്വതക്ക നൽകിക്കൊള്ളാം. വലനകൂനന്ന മിനസ് സാലിഹീൻ, ഞങ്ങൾ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊള്ളാം. അള്ളാഹു പറയുന്നു, ഫലമ്മ ആതാഹും മിൻ ഫദ്ലിഹി, അങ്ങനെ അള്ളാഹു തആല അവർക്ക് അള്ളാഹുവിൻ്റെ ഫദ്ൽ, ഔദാര്യം, അവരെന്താണോ ചോദിച്ചത് അത് നൽകിയപ്പോൾ ബഖിലൂ ബിഹി, അവർ പിശുക്കന്മാരായി, അവർ പിശുക്ക് കാണിച്ചു. വതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുകയുണ്ടായി. അതായത് അവർ തൊട്ട് മുന്നേ പറഞ്ഞ വാക്ക് മറന്നുകൊണ്ട് അവർ തിരിഞ്ഞു കളഞ്ഞു. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ഷെയ്ഖ് ഇവിടെ കൊടുത്ത ആയത്ത്, ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു വബിമാ കാനൂ യക്ദിബൂൻ. അവരുടെ ആ വാഗ്ദത്തം ലംഘിക്കുക എന്ന കാപട്യം, ആ നിഫാഖിന് പുറമെ അള്ളാഹു വീണ്ടും അവരുടെ ഹൃദയങ്ങളിൽ നിഫാഖ് വർദ്ധിപ്പിച്ചു നൽകുകയുണ്ടായി. നിഫാഖാണ് അവർക്ക് അള്ളാഹു പകരം നൽകിയത്. കാരണം അവർ അള്ളാഹുവുമായി ഏർപ്പെട്ട കരാർ, അള്ളാഹുവിനോട് പറഞ്ഞ വാഗ്ദാനം ലംഘിച്ചു. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ
കളവ് പറയുകയും ചെയ്തു, സത്യസന്ധത പാലിച്ചില്ല. സഹോദരങ്ങളെ നോക്കൂ, ഈ ആയത്ത് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ തെളിവായി കൊടുത്തത് വാഗ്ദാനം ലംഘിക്കുക എന്നുള്ളത് മുനാഫിക്കുകളുടെ അടയാളത്തിൽപ്പെട്ടതാണ്, ഒരിക്കലും മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽ പെട്ടതല്ല. കരാറിൽ ഏർപ്പെടുകയും അത് ലംഘിക്കുകയും ചെയ്യുക എന്നത് ഗുരുതരമായ അപകടമാണ്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി ഏർപ്പെട്ട കരാറാണ്. പലപ്പോഴും നമ്മുടെ പ്രയാസ സമയത്ത് നമ്മൾ പറയും, റബ്ബേ അത് കിട്ടിയാൽ ഞാൻ അങ്ങനെ ആയിക്കോളാം, ഞാൻ ഇങ്ങനെ ആയിക്കോളാം, ഞാൻ എല്ലാ അർത്ഥത്തിലും ശരിയായിക്കോളാം. കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നന്ദികേട് കാണിക്കുന്നവരുണ്ട്. ഏത് വിഷയവും ആയിക്കോട്ടെ, സന്താന സൗഭാഗ്യമാവട്ടെ, നല്ല ഇണയാവട്ടെ, കച്ചവടമാവട്ടെ, അതല്ലെങ്കിൽ സാമ്പത്തികമായുള്ള വളർച്ചയാവട്ടെ, ഏത് വിഷയവും ചോദിക്കുമ്പോൾ അല്ലാഹുവേ ഞാൻ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഏർപ്പെട്ട കരാറിലൊന്നും ഒരു സത്യസന്ധതയും പുലർത്താതെ അതിന് നേർ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പകരം നൽകുക നഷ്ടങ്ങൾ മാത്രമായിരിക്കും. കാരണം അള്ളാഹുവുമായുള്ള കരാർ അത് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു ആ ലംഘിക്കാനുള്ള കാരണം എന്താണ്? ഇയാളുടെ ഹൃദയത്തിലുള്ള നിഫാഖാണ്. ആ നിഫാഖ് വർദ്ധിപ്പിച്ചു നൽകും, അത് തന്നെ അയാൾക്ക് പകരം നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. ഒരു കാര്യം ചെയ്യുമെന്ന് ഏറ്റെടുത്താൽ അത് ചെയ്തിരിക്കണം. നാളെ ഞാൻ എന്തായാലും വരും എന്നിട്ട് കൃത്യമായി വരാതിരിക്കുന്ന എത്ര ജോലിക്കാരുണ്ട്. സാധാരണ ഒരു പണിക്ക് ആളെ വിളിച്ചാൽ ഞാൻ ഇപ്പോൾ വരുന്നെന്ന് പറയും, ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ അത് നമ്മുടെ മനസ്സിലത് വളരെ ചെറുതായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. നമ്മിൽ പലരും അത് തമാശയായിട്ടാണ് പലപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ വരുന്നേന്ന് പറയും. ഇപ്പം വരില്ല, ഉച്ചക്കും വരില്ല, വൈകുന്നേരം വരില്ല, നാളെയും വരില്ല. പിന്നെ ഇയാൾ 10 വട്ടം വിളിക്കണം. ചെയ്യരുത്, തെറ്റാണത്. നമ്മുടെ മനസ്സിൽ ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമായ തെറ്റാണ്. കാരണം വാഗ്ദാനം പറഞ്ഞിട്ട് ലംഘിക്കലാണത്. അല്ലെങ്കിൽ പറയണം കൃത്യമായിട്ട്, ഞാൻ ഇന്ന സമയത്ത് വരും, അല്ലെങ്കിൽ ഇതാ വരുന്നു, ഞാൻ വരാൻ പറ്റിയില്ലേ, വിളിക്കുക, അസൗകര്യത്തിൽ പെട്ടുപോയി, അതുകൊണ്ട് എനിക്ക് പറ്റുന്ന സമയം ഞാനിതാ പറയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. അതാണ് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നിസ്സാരമല്ല, ചെറിയ കാര്യമല്ല. കാരണം വിളിക്കുന്ന ആൾ ചിലപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വിളിക്കുന്നതായിരിക്കും. അയാൾ പ്രതീക്ഷയിലാണ് നിൽക്കുക, ഇപ്പോൾ വരും. കേട്ടില്ലേ, കരണ്ട് പോയാൽ അതിൻ്റെ ആളുകളെ വിളിച്ചാൽ ഇപ്പോൾ വരുന്നെന്ന് പറയും, അഡ്രസ്സ് ഉണ്ടാവില്ല. വേറെ ഏതെങ്കിലും ജോലിക്കാരെ ഇപ്പോൾ വരുന്നെന്ന് പറയും, അഡ്രസ്സ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നാളെ രാവിലെ പണിക്കാരവിടെ വീട്ടിലെത്തും, ഉണ്ടാവില്ല. ആ മേഖലയിൽ ഏർപ്പെടുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ കടം വാങ്ങിയാൽ കൃത്യസമയത്ത് കൊടുക്കാമെന്ന് പറയുകയും ആ കൃത്യസമയത്ത് മുങ്ങുകയും ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ ഗൗരവമാണ്, ചെയ്യരുത്. ആ സമയത്ത് നമുക്ക് പറ്റിയില്ലേ, ഒഴികഴിവ് ചോദിക്കുക, കുറച്ച് ദിവസം കൂടി എനിക്ക് നീട്ടിത്തരണം എന്ന് പറയുക. അതല്ലാതെ പിന്നെ എന്ത് ചെയ്യും, വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. അവസാനം എന്താവും, ഈ കൊടുത്തോ ശത്രുവാകും. കൊടുത്തോനാരാവും, ഇവൻ്റെ ശത്രുവാകും. ഒരു പ്രയാസത്തിന് സഹായിച്ചതായിരിക്കും സാധു, ഒരിടത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് കൊടുത്തായിരിക്കും. അടുത്ത മാസം 10 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കും. 10 കഴിഞ്ഞ് 15-നായിരിക്കും ഈ സാധു വിളിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഓടുമോ എന്ന് ചോദിക്കും. 20 ആയാൽ ചിലപ്പോൾ ഇയാൾ കുറച്ച് ഉറക്ക ചോദിക്കും, അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചോദിക്കും, നീ എന്താ ആളെ അങ്ങനെ ആക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തായി, ഇയാൾ ഗുരുതരമായ പാപിയായി മാറി. നാട്ടുകാരോടൊക്കെ പറയും, ഓനോട്ട് സ്വഭാവം തീരെ ശരിയില്ല. യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാരൻ? എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. ഒരിക്കലും അത് ചെയ്യരുത്. അതിലൊന്നും നമുക്ക് ബറക്കത്ത് കിട്ടുകയില്ല. ഇതൊക്കെ കാപട്യത്തിൽപ്പെട്ടതാണ്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാപട്യമാണിത്.
നമ്മൾ വിചാരിക്കേണ്ട ചെറിയ കാര്യമല്ല. ആദ്യത്തെ ദർസിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മൾ ഈ വായിക്കുന്ന ഈ കിതാബിലെ ഓരോ കാര്യവും നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ വൻപാപങ്ങളാണ്. നമുക്ക് ഈ കാര്യം എത്ര ലളിതമായിട്ടാണ് നമ്മളെ മക്കളോട് പോലും പറയേണ്ടത്. ഇപ്പം വരും, വാപ്പ വരുന്നു, വണ്ടിയിലുള്ളത് ആൾ ഇവിടുന്ന് കമ്പനി അടിക്കുന്നുണ്ടാവും. ചെറിയ കാര്യമാണ്, പക്ഷെ അത് കളവാവാനും വാഗ്ദത്തം ലംഘിക്കലാവലും ഒക്കെയാണ്. നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് നിഫാഖിൻ്റെ അലാമത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇലാ യൗമി യൽഖൗനഹു, ഖിയാമത്ത് നാൾ വരേക്കും നിഫാഖിന് മേൽ നിഫാഖ് അയാൾക്ക് കൊടുക്കുമെന്നാണ്. പിന്നീട് ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അതിനുള്ള തിക്തഫലം മുനാഫിക്കുകളുടെ സ്ഥാനം എവിടെയാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. തീർച്ചയായും മുനാഫിക്കുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. കുഫാറുകളെക്കാൾ ഷർറിൻ്റെ ആളുകളാണ് മുനാഫിക്കുകൾ. വളരെ ഗൗരവമാണ് നിഫാഖ് എന്ന രോഗം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ ചില ഹദീസുകളാണ് ആ ഭാഗത്ത് ഉദ്ധരിക്കുന്നത്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉതുമിന ഖാന അഖ്റജാഹു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ. ആയത്ത് എന്ന് പറഞ്ഞാൽ അലാമത്ത്. മുനാഫിഖിൻ്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ 3 എണ്ണമാകുന്നു. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക. വഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഈ 3 കാര്യങ്ങളും മുനാഫിഖിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. ഇതിൽ വഇദാ വഅദ അഖ്ലഫ എന്ന ഭാഗമാണ് നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഭാഗം. അഥവാ വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കൽ. ഇന്ന കാര്യം ചെയ്യാം എന്ന് പറയുകയും അത് ലംഘിക്കുകയും ചെയ്യുക എന്നുള്ളത് നിഫാഖിൻ്റെ അടയാളത്തിൽ പെട്ടതാണ്. പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നിഫാഖ് എന്നത് 2 തരത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് നിഫാഖുൻ അക്ബർ, രണ്ടാമത്തേത് നിഫാഖുൻ അസ്ഗർ. നമ്മൾ ഷിർക്ക് വലുതും ചെറുതും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ കുഫർ വലുതും ചെറുതും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നിഫാഖും വലുതും ചെറുതും ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷിർക്ക് വലുതുണ്ട് ചെറുതുണ്ട്. വലുത് എന്ന് പറയുന്നത് ഗൗരവമാണ്, ചെറുതും ഗൗരവം തന്നെയാണ്. ഷിർക്കാണ് ചെറുതാവുന്നത്. ഷിർക്ക് എന്നത് വളരെ ഗൗരവമാണ്, ചെറുതാവട്ടെ വലുതാവട്ടെ. കുഫറും അതുപോലെ തന്നെയാണ്, വലുതാവട്ടെ ചെറുതാവട്ടെ ഗുരുതരമാണ്. നിഫാഖും അങ്ങനെ തന്നെയാണ്. നിഫാഖ് അക്ബർ, വലിയ നിഫാഖ്, അതൊരാളെ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകും, ഒരാൾ കാഫിറായി പോകും. വലിയ നിഫാഖ് ഹൃദയത്തിലുണ്ടെങ്കിൽ. എന്നാൽ ചെറിയ നിഫാഖാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, പക്ഷേ വലിയ അപകടത്തിലാണ് അയാളുള്ളത്. നിഫാഖ് വലുതും ചെറുതും തമ്മിൽ അനേകം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ വലിയ നിഫാഖിൽപ്പെട്ടതാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിഫാഖ് പകരം നൽകും, അത് വർദ്ധിപ്പിച്ചു നൽകും എന്ന് പറഞ്ഞില്ലേ? കാരണം അള്ളാഹുമായി ഏർപ്പെട്ട കരാർ അവർ ലംഘിക്കുകയാണ്. നിഫാഖുൻ അക്ബർ എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു,
നിഫാഖുൻ ഇഅ്തിഖാദി എന്നുകൂടി അതിന് പേരുണ്ട്. അഥവാ വിശ്വാസപരമായ നിഫാഖ്, ഒരാളുടെ വിശ്വാസത്തിൽ സംഭവിക്കുന്ന നിഫാഖ്. അത് തന്നെ പല രൂപത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ കളവാക്കൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുക്കൽ, അവിടുത്തെ ശരീഅത്തിനെ വെറുക്കൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ പരാജയപ്പെടണം എന്നാഗ്രഹിക്കൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന് സഹായം ലഭിക്കുന്നത് വെറുക്കൽ, തുടങ്ങി ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. അതൊക്കെ വലിയ നിഫാഖിൽപ്പെട്ടതാണ്, വിശ്വാസപരമായ നിഫാഖിൽപ്പെട്ടതാണ്. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. തീർച്ചയായും മുനാഫിഖുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നു. വളരെ ഗൗരവമാണ് ആ ഒരവസ്ഥ. അതിൻ്റെ ചെറുത് എന്ന് പറയുമ്പോൾ ആ പറച്ചിലിലേ എന്തുള്ളൂ, ചെറുതുള്ളൂ. യഥാർത്ഥത്തിൽ ചെറുതായാലും അപകടം തന്നെയാണ്. ആ ചെറുതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ അടയാളങ്ങൾ. അത് പറയാൻ ഞാൻ അത്രയും വിശദീകരിച്ചത്. ചെറിയ നിഫാഖിൽപ്പെട്ടതാണ്, അഥവാ അമലിയായ പ്രവർത്തനത്തിലുണ്ടാകുന്ന നിഫാഖിൽപ്പെട്ടതാണ് ആയത്തുൽ മുനാഫിഖി സലാസുൻ എന്നിപ്പോൾ നമ്മൾ വായിച്ച ഹദീസ്. അഥവാ സംസാരിച്ചാൽ കളവ് പറയൽ. അതൊരാളെ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയില്ല, പക്ഷേ ചെറിയ നിഫാഖിൻ്റെ അടയാളമാണ്. അതുപോലെ വഇദാ വഅദ അഖ്ലഫ്, വാഗ്ദത്തം ലംഘിക്കൽ. അതുപോലെ വഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കൽ. ഇത് സഹോദരങ്ങളെ, ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അതിനെ തള്ളിക്കളയരുത്. പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയ നിഫാഖ് ഒരാളിൽ തുടർന്നു പോയാൽ, ചെറിയ നിഫാഖ് ഒരാളിൽ തുടർന്നു പോയാൽ അയാൾ ഇഅ്തിഖാദിയായ വലിയ നിഫാഖിലേക്ക് എത്തിച്ചേരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം തൊട്ടു മുന്നേ നമ്മൾ വായിച്ച അധ്യായത്തിൽ കളവുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരാൾ കളവ് പറയുകയും കളവിനു വേണ്ടി പരിശ്രമിക്കുകയും നിരന്തരമായി കളവ് പറയുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കെദ്ദാബ്, നുണയൻ, കളവ് പറയുന്നവൻ എന്ന് അയാളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെടും. ആ അവസ്ഥയാണെന്ത്? അതിൻ്റെ തുടക്കമാണെന്ത്? സംസാരിച്ചാൽ കളവ് പറയാൻ. തുടക്കത്തിൽ ചെറിയ ചെറിയ കളവ് പറഞ്ഞു പിന്നെന്താവും? അതിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. പിന്നീട് അള്ളാഹു മുദ്ര വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ അത് കാരണമാണ്. അതുകൊണ്ട് തന്നെ ചെറുതല്ലേ എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ, അതല്ലെങ്കിൽ നിസാരമാക്കാൻ നമുക്ക് പാടുള്ളതല്ല എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു ഹദീസ് കൂടി ആ ബാബിൽ കൊണ്ടുവരുന്നുണ്ട്. വലഹുമ, ഇമാം അൽ ബുഖാരി റഹിമഹുല്ല, ഇമാം മുസ്ലിം റഹിമഹുല്ല, ഇവർ രണ്ടുപേരും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണ് തൊട്ടു മുന്നേ നമ്മൾ വായിച്ചത്. ഇതാണ് അഖ്റജാഹു എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ രണ്ട് സഹീഹുകളിലും ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു ഹദീസാണ് അൻ ഇബ്നു അംർ മർഫൂഅൻ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, അർബഉൻ, 4 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, ആരിലാണോ അതുണ്ടാകുന്നത്, കാന മുനാഫിഖൻ ഖാലിസൻ, അവൻ തനിച്ച മുനാഫിഖാണ്. വമൻ കാന ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന, ഇനി ഈ പറയപ്പെടുന്ന 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരാളിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക. കാന ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖി, അവനിൽ നിഫാഖിൻ്റെ അടയാളം, അംശം ഉണ്ടായിരിക്കും. ഹത്ത യദഅഹ, അവനത് ഉപേക്ഷിക്കുന്നത് വരേക്കും. ഏതൊക്കെയാണ്? ഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കൽ.
നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപമാണത്, വിശ്വാസവഞ്ചന. ഒരാൾ വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചു. അത് വീടാകാം, വീട്ടിൽ നമ്മുടെ കീഴിലുള്ള ആളുകളാവാം, ജോലി സ്ഥലമാവാം, ജോലിയാവാം, അതല്ലെങ്കിൽ മറ്റു വല്ല ഉത്തരവാദിത്വവുമാകാം. ഇങ്ങനെ ഒരാൾ ഏൽപ്പിക്കപ്പെട്ടാൽ അത് കൃത്യമായി നിറവേറ്റണം, നിർബന്ധമാണ്. അത് നിറവേറ്റാതിരിക്കുക, അതിൽ വീഴ്ച വരുത്തുക എന്നുള്ളത് നിഫാഖിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. വഇദാ ഹദ്ദസ കദബ, തൊട്ടു മുന്നേ വന്ന ഹദീസിൽ വന്നിട്ടുണ്ട്, സംസാരിച്ചാൽ കളവ് പറയൽ. വഇദാ ആഹദ ഗദറ, വാഗ്ദാനം ചെയ്താൽ, വാഗ്ദത്തത്തിൽ ഏർപ്പെട്ടാൽ ഗദറ, ചതിച്ചു കളയുക, പറ്റിക്കുക, ചതിക്കുക. വഇദാ ഖാസമ ഫജറ, തർക്കിച്ചാൽ കുതന്ത്രം പ്രയോഗിക്കൽ. ഈ നാലും ഒരാളിലുണ്ടായാൽ അയാൾ തനിച്ച മുനാഫിഖാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ, കാന മുനാഫിഖൻ ഖാലിസൻ. ഒരു സംശയമില്ലാത്ത രൂപത്തിലാണ്. ഈ നാലും ഒരാളിലുണ്ടെങ്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കണം. വിശ്വസിച്ചാൽ, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടാൽ അതിൽ അലംഭാവം കാണിക്കുന്നവരാണോ നമ്മൾ, വിശ്വാസവഞ്ചന കാണിക്കുന്നവരാണോ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതായി തോന്നുന്ന പലതുണ്ടാവും. ഇത്രത്തോളം പണ്ഡിതന്മാർ ജോലി സമയം വരെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര സമയത്ത് ആണ് ജോലിക്ക് കയറേണ്ടത്, പക്ഷേ വൈകി എത്തുകയും തിരിച്ചു പോകുമ്പോൾ നേരത്തെ ഇറങ്ങിപ്പോവുകയും ചെയ്യുക എന്നതുവരെ വിശ്വാസവഞ്ചനയിൽപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമാണെന്ന് നോക്കൂ നിങ്ങൾ. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ ഒരിക്കലും വഞ്ചന കാണിക്കരുത്. അത് ഒരാളിൽ ഉണ്ടായാൽ അയാൾ മുനാഫിഖാണ്, അയാളിൽ നിഫാഖുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക. അതുപോലെ വഇദാ ആഹദ ഗദറ, ഈ ഹദീസിലെ ലഫ്ദിൽ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ വായിച്ചെന്താ, വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അഖ്ലഫ, അതിനെതിര് പ്രവർത്തിക്കും, അതല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാതിരിക്കും. ഇതോ വഇദാ ആഹദ ഗദറ, വാഗ്ദാനം ചെയ്താൽ വഞ്ചിക്കും, പറ്റിക്കും. ഒരാൾ സാധാരണഗതിയിൽ ലംഘിക്കൽ തന്നെ എന്താണ്, തെറ്റാണ്. അപ്പോൾ ഒരാൾ പറ്റിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തനിച്ച മുനാഫിഖാണ്. അവൻ തനിച്ച മുനാഫിഖാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ഗദറ, ചതി, വഞ്ചന എന്നത് ഒരിക്കലും മുഅ്മിനിന്റെ അടയാളത്തിൽപ്പെട്ടതല്ല. വഇദാ ഖാസമ ഫജറ, തർക്കിച്ചാൽ കുതന്ത്രം പ്രയോഗിക്കുക. അതിന് പണ്ഡിതന്മാർ പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അഥവാ ഒരു തർക്കമുണ്ടായാൽ കുതന്ത്രം പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിരുദ്ധമായ രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞാൽ അയാളുടേതല്ലാത്തത് അയാളതാണെന്ന് വാദിക്കും. ഒരു തർക്കമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, അപ്പോൾ അവന് അർഹതപ്പെടാത്തത്, ഇപ്പോൾ സമ്പത്താവട്ടെ മറ്റു വല്ലതാവട്ടെ, അതെൻ്റെതാണ് എന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാനുള്ള എല്ലാവിധ പണിയെടുക്കും, എല്ലാവിധ വളഞ്ഞ വഴിയും ഉപയോഗിക്കും. എത്രത്തോളം ഖാദിയുടെ അടുക്കൽ അഥവാ ന്യായാധിപൻ്റെ അടുക്കൽ വിഷയം വന്നെത്തിയാൽ അയാളെ സ്വാധീനിക്കാൻ, അവിടെ വെച്ച് തർക്കിക്കാൻ, കളവ് പറഞ്ഞ് തൻ്റെ കാര്യം നേടിയെടുക്കാൻ പരിശ്രമിക്കുക, പണിയെടുക്കുക. ഇതൊക്കെയാണ് തർക്കിച്ചാൽ നേരായ രൂപത്തിൽ തർക്കിക്കാതെ എല്ലാവിധ വളഞ്ഞ വഴിയും പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഒരാളിലുണ്ടായാൽ അയാൾ തനിച്ച മുനാഫിഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. നിങ്ങൾ നോക്കൂ, ഈ 4 കാര്യവും ഒരാളിൽ കാപട്യമുണ്ടെങ്കിൽ, ഒരാളിൽ നിഫാഖിൻ്റെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് അതല്ലെങ്കിൽ 4 ഉണ്ടെങ്കിൽ അയാൾ ഒന്നല്ലെങ്കിൽ തനിച്ച മുനാഫിഖാണ്, അതല്ലെങ്കിൽ നിഫാഖ് അയാളിൽ ഉണ്ട് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ പറഞ്ഞ 4 വിശേഷണങ്ങളും പൊതുവെ
ഈ ഏതെങ്കിലും ഒന്നുള്ള ആളുകളിൽ നമുക്ക് ഈ നാലും കാണാൻ സാധിക്കും. ഇപ്പം സ്ഥിരമായി കളവ് പറയുന്ന ഒരാളാണ് എങ്കിൽ അയാളിൽ എന്തുണ്ടാകും? വാഗ്ദത്തം ലംഘിക്കലുണ്ടാകും. അയാൾ പറഞ്ഞാൽ പറ്റിക്കും, കൃത്യമായി പറയും, കൃത്യമായി പറ്റിക്കും. അതുപോലെ തന്നെ വല്ല തർക്കവും ഉണ്ടായ, നേരത്തെ പറഞ്ഞില്ലേ, കടം വാങ്ങിയിട്ട് പിന്നെന്താവും? കൊടുത്തവനെന്താവും? കുറ്റക്കാരനാകും. അതുപോലെ ഒരു കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പം അത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പദങ്ങൾ വളരെ സൂക്ഷ്മമായി നമ്മളൊന്ന് വായിച്ചു നോക്കൂ. നമ്മെ പേടിപ്പെടുത്തും. കാരണം ഇതിൽ എല്ലാം ഒരാളിലുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, അയാൾ തനിച്ച കപടവിശ്വാസിയായി തീരുമെന്നുള്ളതാണ്. ഇനി ഒന്നുണ്ടെങ്കിലും അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അയാളിൽ നിഫാഖുണ്ട്, അത് ഉപേക്ഷിക്കുന്നത് വരേക്കും. അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നീട് ഈ പറഞ്ഞതൊക്കെ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശ്വാസവഞ്ചനയും വാഗ്ദാനം ലംഘിക്കലും വാഗ്ദാനം ചെയ്തിട്ട് പറ്റിക്കലും തർക്കിച്ചാൽ കുതന്ത്രം പ്രയോഗിക്കലും എല്ലാ ജാതി നിഫാഖിൻ്റെ പണിയും പിന്നീട് അത്തരം ആളുകളുടെ ജീവിതത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, ഈ ഹദീസിൽ വന്ന 4 കാര്യങ്ങളും കഴിഞ്ഞ ഹദീസിൽ വന്ന വഇദാ വഅദ അഖ്ലഫ, അഥവാ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും, ഈ ഹദീസിൽ വാഗ്ദാനം ചെയ്താൽ പറ്റിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ ചേർത്ത് 5 കാര്യങ്ങൾ, മൊത്തത്തിൽ 5 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ഹദീസുകളിലുമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒക്കെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഇത് ചെറിയ നിഫാഖാവട്ടെ വലിയ നിഫാഖാവട്ടെ നമ്മൾ അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണ്. കാരണം ചെറുത് വലുതിലേക്ക് എത്തിക്കും. ഏതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മആസി, പാപങ്ങൾ, തിന്മകൾ എന്നത് ബരീദുൽ കുഫർ, കുഫറിലേക്കുള്ള പാലമാണ്. എന്തുകൊണ്ടാണത് പറയാൻ കാരണം? തിന്മ ഒരാൾ നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അയാൾ കുഫറിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം തെറ്റിൽ അടിയുറച്ച് അങ്ങനെ അയാൾ മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഹൃദയത്തിൽ മുദ്ര വെക്കും. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ലാഹു പറഞ്ഞില്ലേ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു മുദ്ര വെക്കും. തഫ്സീറുകളിൽ കാണാം, ഹുവ ദംബു അല ദംബ്, പാപങ്ങൾക്ക് മീതെ പാപം എന്ന് പറഞ്ഞാൽ ഒരു പാപത്തിൽ അയാൾ നിൽക്കുകയില്ല. അങ്ങനെ ആ പാപം പോയി 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 അവസാനം കുഫറിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിരീശ്വരവാദം, അള്ളാഹുവിനെ നിഷേധിക്കൽ, അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിക്കൽ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവൻ്റെ ആയത്തുകളെയും പരിഹസിക്കൽ, കളവാക്കൽ തുടങ്ങി അനേകം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നതുപോലെ നിങ്ങൾ നോക്കൂ, നിഫാഖിൻ്റെ വല്ല അടയാളവും വല്ല അലാമത്തും ജീവിതത്തിലുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മൾ കേട്ടു ചെറിയ നിഫാഖിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ ചെറുത് വലുതിലേക്കുള്ള പാലമാണ്. ഈ ചെറുത് വലുതിലേക്കുള്ള പാലമാണ്. കാരണം ഇതിലൊരാൾ നിൽക്കുകയില്ല. ഇതൊക്കെ ഒരാൾ നിരന്തരമായി തുടർന്നു പോയാൽ അയാൾ വലുതിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് പൊതുവെ അതിൻ്റെ ആളുകൾ എത്തിച്ചേരൽ. അതാണ് നമ്മൾ ആദ്യം കേട്ട ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഔദാര്യം നൽകി. ആ നൽകുന്ന സമയത്ത് നൽകാൻ വേണ്ടി അള്ളാഹുമായി കരാറിലേർപ്പെട്ടു. സ്വതക്ക നൽകിക്കൊള്ളാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കിട്ടിയപ്പോൾ അത് ലംഘിക്കുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് തന്നെയാണ് അവർക്ക് പകരം നൽകിയത്. എന്നതുപോലെ ഒരാൾ ഈ പറഞ്ഞ ഇനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുതന്നെ അവർക്ക് പകരം ലഭിക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നൊരു ഖാഇദയുണ്ട് അറബിയിൽ. എന്താണോ പ്രവർത്തനം അതിനനുസരിച്ചായിരിക്കും പ്രതിഫലം. ഹൽ ജസാഉൽ ഇഹ്സാനു ഇല്ലൽ ഇഹ്സാൻ,
അള്ളാഹു സൂറത്തു റഹ്മാനിൽ ചോദിച്ചില്ലേ, നന്മക്ക് നന്മയല്ലാതെ മറ്റെന്താണ് പ്രതിഫലം? നന്മക്ക് നന്മയാണ്, എന്നാൽ തിന്മക്കും സമാനമായ രൂപം തന്നെയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ 5 ആയത്തുകളിൽ 4 ആയത്തുകൾ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് 2 ആയത്തുകൾ 6ഉം 7ഉം ആയത്തുകൾ കാഫിറുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 13ഓളം വരുന്ന ആയത്തുകൾ മുനാഫിഖുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, മുനാഫിഖുകൾ അവരുടെ അപകടം എത്ര വലുതാണ് എന്നറിയിക്കുന്ന ആയത്തുകളാണവ. 13ഓളം വരുന്ന ആയത്തുകളാണ് മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിൽ വ്യക്തമാണ് നിഫാഖിൻ്റെ അപകടം. കാരണം നേരത്തെ പറഞ്ഞു, കാഫിറുകളെക്കാൾ അപകടമാണ് മുനാഫിഖുകൾ. കാരണം നിഫാഖ് എന്നതിൻ്റെ തഅരീഫ് പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണോ ഉള്ളിലുള്ളത് അതിന് നേർ വിപരീതമായിരിക്കും പുറമേക്ക് കാണുക. ഉദാഹരണത്തിന്, ഉള്ളിൽ കുഫ്റായിരിക്കും, പുറത്ത് ഈമാൻ പ്രകടിപ്പിക്കും. ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ അവരെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് മുനാഫിഖുകളുടെ രീതി. അപ്പം അവരോട് സാദൃശ്യപ്പെടാനോ അവരുടെ ലക്ഷണങ്ങൾ സ്വീകരിക്കാനോ ഒരിക്കലും സഹോദരങ്ങളെ നമുക്കൊരിക്കലും പാടുള്ളതല്ല. ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നമ്മൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഉപേക്ഷിക്കേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം ഗുരുതരമായ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ല ഈ അധ്യായത്തിൽ 2 ഹദീസുകളും ഒരു ആയത്തുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വാഗ്ദാനം ലംഘിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നതാണ് അധ്യായത്തിൻ്റെ തലക്കെട്ട്. എങ്കിലും അത് വളരെ വിശാലമായി വിശദീകരിക്കുന്ന രൂപത്തിലുള്ള പ്രമാണങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. നമ്മെ ഓരോരുത്തരെയും പേടിപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് അവയെല്ലാം. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ, അതല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഗൗരവം ഇല്ലാത്ത രൂപത്തിൽ പറയുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള അപകടങ്ങൾ, അബദ്ധങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ സ്വീകരിക്കാനും അതിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. അല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.